വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായിട്ടാണ് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം ഗൗരവമായി അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വാദഗതികൾ നിരത്തിയിട്ട് അതിനെ ആ പറയുന്ന യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് ഗവൺമെന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത അതല്ല. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പൊ UK-യിലും ഈ പറയുന്ന വിദേശത്തും അമേരിക്കയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുടക്കാനുണ്ടാവില്ല. ഈ പോകുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിപക്ഷവും താമസിക്കുന്ന സ്വന്തം വീടും പോലും ബാങ്കിൽ പണയം വെച്ച് അങ്ങോട്ട് പോകുന്നത്. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റുകൾ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ എൻ്റെ ഒരു സിസ്റ്റർ മോനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും മടങ്ങിയെത്തിയിട്ടുണ്ട്. ഞാൻ അവരെ അവിടെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം അവരിപ്പം 2-3 വർഷമായിട്ട് അവിടെ ഉള്ളവരാ. ഇപ്പോൾ 2 മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ. അപ്പം എന്താ പെട്ടെന്ന് വന്നു പറഞ്ഞപ്പോൾ അവർ തമാശി പറഞ്ഞല്ല, ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നത് കാനഡയിൽ നിന്നോ ചോദിച്ചു. അത് ശരിയെന്ന് പറഞ്ഞു. അപ്പം രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ് അവിടെ. കാരണം ഈ തള്ളിക്കയറ്റം, വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം, അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളിൽ നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവുകയാണ്. അവിടുത്തെ കനേഡിയൻസിന് കിട്ടിയിരുന്ന വാടക കിട്ടിയിരുന്ന ഫ്ലാറ്റുകൾ അതിന്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പൊ കിട്ടാനില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അപ്പൊ അവിടേക്ക് ഒരു ബാങ്കിന്റെ എക്കോസിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക. ഇത്ര ശമ്പളം, അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെന്റ്, വീട്ടു ചെലവ് ഇത്ര, അത് ആ പേയ്മെന്റിനോടുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ആ ഇവരുടെ എന്താ പറയാ ബാങ്കിങ് സിസ്റ്റവും ഓരോ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇതാകുന്നത്. ശമ്പളം ആർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെ ഉള്ളവർക്ക്. പക്ഷെ എന്തായി, എല്ലാം ഡബിൾ ഗെയിമിലേക്ക് പോയി. മറ്റൊരു സംഗതി, ഈ പിള്ളേർ തന്നെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അവരുടെ ജോലി സാധ്യതയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര റെസിസ്റ്റൻസ് UK-യിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വരാൻ പോവല്ല, ഓൾറെഡി ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ്. അപ്പൊ ഈ കടം വാങ്ങി പോയവരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവും. മറ്റൊന്ന്, എണ്ണം കൂടിയത് കൊണ്ട് അവിടെ ഈ പറയുന്ന പാർട്ട് ടൈം ജോബിന് സ്കോപ്പും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേരളത്തെ ഇനി തിരിച്ചു ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ഗവൺമെന്റ് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് PV അൻവറിന്റെ നെഞ്ചത്തേക്ക് കയറുന്നതിന് പകരം അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ, ഈ പറയുന്നതൊക്കെ ഞാൻ കത്ത് കൊടുത്ത കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. അത് മനസ്സിലാക്കിയോ? അൻവർ വിളിച്ചു പറയാണ് പാർട്ടിക്ക് പുറത്താന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴും പറഞ്ഞത് പാർട്ടി രീതിയല്ല അൻവർ ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ ഈ LDF കൺവീനർ പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞാൻ കേട്ടത്. അപ്പൊ ഇതിനൊക്കെ കത്ത് കൊടുത്താ, കാരണം ഇതെല്ലാം നമ്മൾ നേരം എടുത്ത പത്രം വായിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മൾ എല്ലാ ഭാഗത്തേക്കും നമ്മളെ കണ്ണോടിച്ചുകൊണ്ടേയിരിക്കും. ഈ കണ്ണോടിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇതിനൊന്നും പുല്ല് വിലയില്ലാതെ ഈ പറഞ്ഞ പോലെ ആ വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടാല്, അപ്പം യൂത്തിനെ അഡ്രസ് ചെയ്യണം. യൂത്തിനെ അഡ്രസ് ചെയ്തേ പറ്റൂ. ആ യൂത്തിനെ, കാരണം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂത്ത് ഈ മായിക ലോകത്തിൽ നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ നേർരേഖയിലേക്ക് വന്നിട്ടുള്ള അവരുടെ റെസിസ്റ്റൻസ്, അവരുടെ എക്സിസ്റ്റൻസ്, അവർ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പൊ ഒരു റെസിസ്റ്റൻസും ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്നതിലേക്ക് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇതിലും വലിയ ഗതികേടിലേക്ക് രാജ്യം പോവും. അപ്പൊ ആ യൂത്ത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിൽ കേരളത്തിൽ ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങൾ എന്താ ഉള്ളത്? ടൂറിസം. രണ്ടാമത് എന്താ ഉള്ളത്? IT. ഈ മേഖലകളിൽ നമ്മൾ ഈ യൂത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത്, നാട്ടില് ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും സന്തോഷമായി ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവിടെ മൊത്തത്തിലുണ്ട്. അത് ഉപയോഗപ്പെടുത്ത രീതിയിൽ ഇപ്പൊ സ്റ്റാർട്ടപ്പുകളൊക്കെ നല്ല കാര്യമാണ്. കുറെ സ്റ്റാർട്ടപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ IT പ്രൊഫഷണൽസിന്റെ ഔട്ട്പുട്ട് അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഒരു 10 ഇരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
ഇന്ത്യയിൽ കേരളം നമ്പർ 1 ആണ് സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ, അതിൽ തർക്കമൊന്നുമില്ല. ബട്ട് അതിന്റെ 10 ഇരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത, അതിനുള്ള മാൻ പവർ, അതിനുള്ള ബുദ്ധി, എല്ലാ ഐക്യവും ഉള്ള പിള്ളേർ ഈ നാട്ടിലുണ്ട്. അപ്പൊ അവർക്ക് നിർലോഭം സഹായം ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ധാരാളം ആളുകളാണ്, നൂറുകണക്കിന് ആളുകളാണ് അങ്ങോട്ടേക്ക് വന്നത്. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണം? പ്രത്യേകിച്ച് എം.എൽ.എ. എന്ത് പറയുന്നു കേൾക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്നത്. അല്ല, അതിന് ഒരു കാരണം ഞാൻ പറയാം. ഞാൻ ഒരാൾ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്പർ 1. എസ്പെഷ്യലി ജനങ്ങളോടല്ല കേട്ടോ, എസ്പെഷ്യലി പാർട്ടി ലീഡേഴ്സ്, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഈവൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കും. അത് തന്നെയാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത് ഒരു അനലൈസേഷൻ നടക്കട്ടെ. ആരെയും വിളിച്ച് പുറത്തിറക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളും അവരുടെ എന്താ പറയുക, ഇപ്പം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് എനിക്ക് പിന്തുണ നൽകണമെന്ന് ഞാൻ പറയാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം. ഇപ്പോൾ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, പഞ്ചായത്ത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആലോചനയാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDF കയ്യിൽ നിന്ന് പോകും. നിലമ്പൂർ മാത്രമല്ല. ഇനി അത് പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. പോകും. മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും. ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലും പോകും, ചിലപ്പോൾ പാലക്കാടും പോകും. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത്. അപ്പോ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് CPM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട LDF കൺവീനർ ഇപ്പൊ പറഞ്ഞ എന്താണ്? പാർട്ടി പറഞ്ഞത് അനുസരിച്ച്. ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ. ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര വയലന്റ് ആണ്ട് വന്ന എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിംഗിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച, അതിന് കാരണക്കാരായ പോലീസ്, ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത്. അത് ഞാൻ സഹിക്കൂ. പിന്നെ ഇപ്പൊ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്നെ മതവർഗീയവാദിയാക്കാനുള്ള പരിശ്രമ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്ന വൈകുന്നേരം 2:30 മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം 3:30 തീരുന്നത്. അവസാനമാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ മോഹൻദാസ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അദ്ദേഹം ആദ്യം എന്നെ തള്ളിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം വർഗീയവാദിയാക്കാനുള്ള ശ്രമ. എനിക്ക് ഇന്നലെ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? 150 കൊല്ലത്തെ ചരിത്രം പറയേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരിമാരെ നിങ്ങളെ മുമ്പിൽ കൊടുന്ന് എന്താ പറയാ കാണിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ ചെറുപ്പത്തെ എൻ്റെ മുലകുടി ബന്ധം വരെ നമ്മൾക്കിവിടെ പറയേണ്ടി വന്നു. അതൊക്കെ പറയിപ്പിക്കുന്ന ആരാ? ഇപ്പൊ CPMന്റെ ലീഡർഷിപ്പാ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇനി ഇത് അതിലപ്പുറത്തേക്ക് കേസും കൂട്ടവും ജയിലിലടക്കം വരട്ടെ, നമുക്ക് നോക്കാം. ഏതാ തീർച്ചയായിട്ടും അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ അതില്ല. ഇനി ഞാനത് പറഞ്ഞു നടക്കാനുമില്ല. ഞാൻ നമ്മൾ പറയേണ്ടത് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു. വെറുതെ വായ കൊണ്ട് പറഞ്ഞല്ല. ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇനി ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഞാൻ ഈ പറയുന്ന സെക്യുലറാണ്, എൻ്റെ കുടുംബം, പാരമ്പര്യം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല. വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണല്ലോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. പക്ഷെ സമൂഹത്തോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒറ്റക്കൊരു
രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാനവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയല്ലല്ലോ വേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ല, ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം പബ്ലിക്കിനെ നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം. ഇപ്പോൾ നമ്മളെ സർവേ റിപ്പോർട്ട് എന്നെ സർവേ ഇട്ടിരുന്നല്ലോ, ഇന്നലെ രാത്രി 12 മണിക്ക് നോക്കുമ്പം 1.2 മില്യൺ കടന്നിട്ടുണ്ട്. ആ 1.2 മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു 90% ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും ഉത്തരം ചെയ്തിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേ. ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിതിലൊരു തിരക്കില്ല. എനിക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ തിരക്ക്, ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമല്ല, എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ? നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും? അല്ല, ഒരു മിനിറ്റ്, എത്ര ദിവസം നിങ്ങളെ കൂടെ ഉണ്ടാവും? എല്ലാവർക്കും അറിയാലോ. ഇപ്പം ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പം ഇതിനൊരു റീച്ച് ഉണ്ട്, ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതിങ്ങനെ കുറഞ്ഞ് വരും. ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്. കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, കല്യാണം കഴിക്കുമ്പോൾ അതിനൊരു ചൊല്ലുണ്ട്, രണ്ടാമത്തെ ചൊല്ല് ഇവിടെ പറയാൻ വയ്യ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വാരി പുണർന്ന് എന്നിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു 6 മാസത്തെ സ്ഥിതിയുണ്ട്. പിന്നെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്. രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്. ഇനി മൂന്നാമതൊരു കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടുകൂടി അതെന്താവും അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വിഡ്ഢിയായിട്ട് ഇതിന് മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. മനസ്സിലായോ? എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, നല്ല അസസ്മെന്റ് ഉണ്ട്. അതൊന്നും ഇല്ലാതെ വെറുതെ ഇപ്പം ഇതുവരെ പറഞ്ഞാൽ ഞാൻ മലപ്പുറം മാപ്പിളയാണെന്ന്. ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത്. ഈ പറയുന്ന ക്രൈസ്റ്റ് ഹാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ. മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. എൻ്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രോവിഡൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്നത് ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിളയാണ്. നമ്മളെല്ലായിടത്തും ഉണ്ട്. നമ്മൾ മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കന്യാകുമാരിയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ, അൻവറിന്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ, കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്യും. അൻവറിന്റെ കുടുംബക്കാരും അൻവറിന്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ 150 മണ്ഡലത്തിലുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ 5 ആളായിരിക്കും, ചിലപ്പോൾ 10 ആളായിരിക്കും, ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ 100 ആളുണ്ടാവും, ചിലപ്പോൾ 1000 ആളുണ്ടാവും, ചിലപ്പോൾ 5000 ആളുണ്ടാവും. അപ്പം അത് വേറെ, അത് ഒരു പേഴ്സണൽ റിലേഷന്റെ ഭാഗമാണ്. കൺവീനർ പറഞ്ഞ വിശദീകരണം അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, അധികാരം മുന്നോട്ട് നിൽക്കില്ല എന്നൊക്കെയാണ് മൂപ്പര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനമായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ. കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ വാപ്പയെ പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വാപ്പയെ ആരെങ്കിലും കുത്തിക്കൊല്ലു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വാപ്പ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പം പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തൊന്നും പത്രത്തിൽ വായിക്കില്ലേ? അത് നടക്കണ്ടല്ലോ. അതാണ്, അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കൊന്നിട്ടുണ്ട്. ചിലർ തൂങ്ങി മരിക്കലുണ്ട്, ചിലർ നാട് വിട്ടലുണ്ട്, ചിലർ നേരെ നിൽക്കലുണ്ട്. അതിലേതിലാ ഞാനെന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? അവിടെ പോയി നോക്കി തടയണുണ്ടോന്ന്. എവിടെ പോയിട്ട് ഒരു മാന്തന് ഇതിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടൊരു വാറോല കൊടുക്കും, അതിന് ഓർഡർ വരും. ഞാനാ വഴിക്കന്നെ പോകില്ല. ഇപ്പൊ ഭയങ്കര സ്പീഡ് ഉണ്ടാവുന്നു. ഹൈ സ്പീഡ് മെഷീനുകൾ വരും. മുഖ്യമന്ത്രി ഇന്നിപ്പോ ദേശീയ പത്രത്തിനോട്ട് അഭിമുഖത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്ക് ഉയരാനുള്ള കാരണം ഒരു സ്വർണ്ണക്കടത്ത് ആപാലപ്പണക്ക് പിടിച്ചതിന്റെ അസ്വസ്ഥതയാണ്. ഇപ്പൊ ആവർത്തിച്ച ആൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതൊക്കെ എന്താണെന്നില്ല ഈ ജനത്തിന് അറിയില്ലേ? 3.5 കോടി ജനത്തിന് അറിയുന്ന ഒരു വസ്തുതയാണല്ലോ. സഖാക്കൾക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ ഈ കാര്യങ്ങൾ. എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തു വിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയോ? കസ്റ്റംസിന് അതിൽ ആക്ടിന്റെ, അതിന് സൗകര്യമുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഈ കൊടുത്തു വിട്ടവനെ പിടിക്കണ്ടേ? ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷെ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ഐസന്റെ ഇവന്റെ ഏജന്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ല എന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ?
ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 CRPC ആണ് ഇവർ പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ്. ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടുന്ന് വന്നു, എവിടെ എത്തി, ഇതാർക്ക് കൊടുത്തു, ഈ മൂന്നാളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാ വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റായി. അപ്പൊ ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണം ഒരുക്കാൻ ഇപ്പൊ ഇവരീ പറയുന്നുണ്ട് തട്ടാന്റെ അടുത്താണുള്ളത് സെറ്റിൽമെന്റ് ഇത് അസസ് ചെയ്തിട്ട് കൊടുക്കുന്നത്, അപ്രൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് 6000 റുപ്യ കൊടുക്കണം ഇവന്റെ ചാർജ്, ആർക്ക് തട്ടാന്റെ ചാർജ്. അപ്പൊ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷം റുപ്യോളം ഇതുവരെ പിടിച്ച ഈ കേസിന് തട്ടാന് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഫണ്ടാണ്? പോലീസുകാർ കേസിന് എടുത്തു കൊടുത്തോ? പരിശോധിക്കണ്ടേ? ഈ 10-16 ലക്ഷം റുപ്യ ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ തട്ടാന് കൊടുത്തിട്ടുണ്ട്. തട്ടാന്റെ കാര്യത്തിന് ഒരു എന്താ പറയാ, തട്ടാന്ന് പറയരുതെന്ന് എന്നോട് ഏതൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതൊരു സമുദായമാണ്, നിങ്ങൾ അങ്ങനെ പറയില്ലേ. അപ്പൊ സോറി, അങ്ങനെ ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താണ്. അപ്പൊ ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ 10-16 ലക്ഷം റുപ്യ ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താണോ? ആ പൈസ എവിടെ? ആരായും പൈസ കൊടുത്ത്? പോലീസ് കീശയിന്ന് കൊടുത്തോ? അതോ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന് ഈ പറഞ്ഞ പോലെ തന്നെ അവന്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു കഷ്ണം വെട്ടി എടുത്തതിന് ഒരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി ഞങ്ങൾക്കെന്താ എന്ന് പറഞ്ഞതല്ലേ? ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെയും പറയും കള്ളക്കടത്തേറെ സഹായിക്കാൻ നിൽക്കാന്ന് പറഞ്ഞു. ഒരു ഗ്രാമം പോവില്ല. ആ 1 കിലോ ഒരിക്കൽ മില്ലികൾ, കാരണം ഇത് 99% ഗോൾഡാണ് ഈ വരുന്നത്. 99.9 എന്താ പറയാ, 100% കുട്ടിക്ക് അതിൽ പോയിന്റ് അതൊരു എന്താ പറയാ, ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിരുന്ന ശരിക്കും അത് 100% പ്യുവർ ഗോൾഡാണ്. അതൊരിക്കൽ എന്താവാനാണ്? അതന്നെ ഉണ്ടാവും. അപ്പൊ ഇതിലത് ഒരു വസ്തുതയില്ല. 1500 ഗ്രാം പാന്റിലും ട്രൗസറിലും തേച്ച് കൊടുക്കുന്ന ഒരിക്കൽ ആ ഡ്രസ്സിന്റെ ആരാണ്, എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയും എന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലാണ്, എനിക്ക് നിവൃത്തിയൊന്നുമില്ല. അതൊന്നും ഒരിക്കലല്ല. അദ്ദേഹം കരുതി കൂട്ടി പറയണം. അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാല് കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളൊക്കെ അതിന്റെ ബാക്കിലോ ഓഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നുണ്ടല്ലോ. ഈ മറ്റ് ഇടപാട് പോലെ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും കോടികളുടെ 100 കോടികളുടെ ഇടപാടാണ്. അത് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടായാലും മുഖ്യമന്ത്രി പങ്കുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണല്ലോ. എല്ലാവരും അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. ഈ ശശിക്ക് ഇതിൽ ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും. ആ തെളിവ് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ്. 3 ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു SP മാത്രമേ സാധിക്കില്ല. അത് ADG അജിത് കുമാറുണ്ട്, അജിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല. അതന്നെയാണ് ഇതിന്റെ തെളിവ്. അല്ല, അത് അന്വേഷിക്കട്ടെ. അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ എത്തുമല്ലോ. അതിനാണല്ലോ ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 2 കുട്ടി കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ 3 ദിവസം വരെ ഞാൻ പ്രദർശിപ്പിച്ചത്. അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചോ ഈ SIT? അവര് പോലും തയ്യാറില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എങ്ങനെ? നോക്കാം, നമുക്ക് എന്റെ അടുത്ത് എത്തിയിട്ടില്ലല്ലോ. വരുമ്പോ നോക്കാം. 5-ാം തീയതി കൊടുത്ത പരാതിയാണ് 28-ാം തീയതി DGP പോലീസ് കൈമാറിയെന്ന് പറയുന്നു. അതിനുശേഷമാണ് 28-ാം തീയതി മൊഴിയെടുത്ത് ഏത് 5-ാം തീയതി? ഈ മാസം 5-ാം തീയതി കൊടുത്ത പരാതിയാണ് 28-ാം തീയതി DGP പോലീസിന് കൈമാറുന്നത്. അതിനുശേഷമാണ് ആ കേസിൽ കോടതി കേസിൽ വെച്ചത്. അപ്പോൾ ഇവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും പാർട്ടിക്കെതിരെ ആരോപണം പറഞ്ഞതിന് ശേഷം അതിന്റെ പ്രതികാര നടപടി ആയിട്ട് തന്നെയാണ് ഈ കേസ് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, അത് 100% അതല്ലേ.
100%. ഇനിയും ഒരുപാട് കള്ളക്കേസുകൾ വരും. ഇപ്പൊ നിങ്ങൾ പാർക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, നാട് നീളെ നടക്കല്ലേ പോലീസ് ഈ പറയുന്ന. അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവർക്കിന്റെ ഓർഡർ അല്ലേ. ഇപ്പൊ റിദാൻ വധക്കേസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയാ അട്ടിമറിക്കുന്നത്. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് പോലീസ് വീണ്ടും കോടതിയിൽ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്ത് കോടതി അവർക്ക് പെർമിറ്റ് ചെയ്യണേ. SIT പോയില്ലേ. ഈ നിയമസഭ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഇതായിട്ടുള്ളത്? ഇതുവരെ നിങ്ങൾ LDF-ന്റെ ഭാഗമായിരുന്നു. ഞാൻ നിയമസഭ തുടങ്ങുമ്പോൾ ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞേ പോവുള്ളൂ. ഈ 1-2 പബ്ലിക് മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. പിന്നെ അവിടെ ഒരു കസാല ഉണ്ടാവും വിചാരിക്കുന്നില്ല, ഇങ്ങനെ നിരത്തിയിരിക്കും. തുടക്കത്തിലില്ല, എങ്ങനെ തുടങ്ങുന്നില്ല. തുടങ്ങുമ്പോണ്ടാവും സാധ്യത കുറവാ. അത് ശരി, ADGP വേണ്ടി ഇന്നലെ ചൂടില്ലത്. ശത്രുസംഹാര പൂജയൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്ങനെ ADGP വേണ്ടി ഇന്നലെ ശത്രുസംഹാര പൂജയൊക്കെ നടത്തിയിട്ടുണ്ട്. ആരാണ് ശത്രു? ഭയമുണ്ടോ? ആരാണ് ശത്രു? അല്ല, ശത്രുസംഹാര പൂജ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശത്രു അതെ അല്ല, ആ ശത്രുവിൽ ഞാൻ പെടുമെന്ന് ചോദിക്കുക. അത് വേറെ ആരെങ്കിലും ആവോ? സ്വാഭാവികമായി പെടില്ലേ? പെട്ടോട്ടെ. ആരെല്ലാം എന്തെല്ലാം ചെയ്യണ് എന്റെ പ്രശാന്ത്, അതൊക്കെ വഴിക്ക് വരെ പോകും. നമ്മളിങ്ങനെ പോകുന്നവരെ അതെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. മുന്നത്തേക്ക് പോരെ, ആവശ്യത്തിലായല്ലോ. ശരി.